നോക്കിയേ, ഇഫ് ക്ലോസുമായി ബന്ധപ്പെടുത്തി പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരവുമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ, യു വിൽ ഗെറ്റ് ഹൈ മാർക്ക് കോമ ഡാഷ്. അതായത് മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? സബോർഡിനേറ്റ് ക്ലോസ്, അതായത് ഇഫ് വരുന്ന ഭാഗം ഫില്ല് ചെയ്യണം. ഇപ്പൊ മെയിൻ ക്ലോസിൽ തന്നിരിക്കുന്ന സെന്റൻസിൽ വിൽ ഗെറ്റ് വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ ഏത് വരണം? സിമ്പിൾ പ്രസന്റ്. അതായത് ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, അല്ലെങ്കിൽ ഡു, ഡസ്, അല്ലെങ്കിൽ ഈസ് വരാം, ആം വരാം, ആറ് വരാം, അല്ലെങ്കിൽ ഹാസ്, ഹാവ്. ഇതിലേതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഉത്തരം ഏതായിരിക്കണം? വില്ല്, ഷാള്, ക്യാൻ. വില്ല്, ഷാൾ, അതുപോലെ ക്യാൻ, അതുപോലെ മേ പ്ലസ് V1 ഉത്തരമായിട്ട്. വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 വരണം. നോക്ക്, ഇവിടെ വിൽ ഗെറ്റ് വന്നിട്ടുണ്ട്, വിൽ പ്ലസ് V1 വന്നിട്ടുണ്ട്. മറുഭാഗത്ത് ഇതിലേതെങ്കിലും ഒന്ന് വരണം. അപ്പൊ നമ്മൾ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നതിൽ വെർബുകളാണ് കിടക്കുന്നത്. ഒന്നാമത്തേല് വർക്ക്ഡ് വരില്ല, രണ്ടാമത്തേല് ഹാഡ് വർക്ക്ഡ് വരില്ല, മൂന്നാമത്തേല് ഹാസ് വരാം. പക്ഷെ യു പ്ലൂറലാണ്, യുവിനോടൊപ്പം ഹാസ് ചേരൂ, ഹാവ് ചേരൂ? ഹാവ് ആണ് ചേരേണ്ടത്, അതുകൊണ്ട് അത് വരില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് യു വർക്ക് V1 ആണ്, യു പ്ലൂറലാണ്. ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ഇഫ് യു വർക്ക് ഹാർഡ് യു ഡാഷ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ മറ്റൊരു ടൈപ്പാണ്. ഇവിടെ നോക്കിയേ, വർക്ക് തന്നിട്ടുണ്ട്, വർക്ക് V1 ആണ്. അപ്പൊ നമുക്ക് മെയിൻ ക്ലോസ്, അതായത് പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസിന്റെ ഭാഗത്ത് എന്ത് വരണം? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 വരണം. അപ്പൊ നോക്ക്, ഒന്നാമത്തേല് വിന്ന് വരില്ല, രണ്ടാമത്തേല് വോൺ വരില്ല, മൂന്നാമത്തേല് വിൽ വിന്ന് ഉത്തരമായിട്ട് വരുന്നു, നാലാമത്തേല് വുഡ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷൻ ആണ്. അടുത്ത ചോദ്യം നോക്കിയേ, കംപ്ലീറ്റ് ദ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ചോദ്യം ഇങ്ങനെയാണ്, ഇഫ് യു സ്റ്റഡി വെൽ കോമ ഡാഷ്. നോക്ക്, സ്റ്റഡി എന്ന് പറയുന്നത് V1 ആണ്. അപ്പൊ മറുഭാഗത്ത് ഏത് വരാം? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. വില്ല് വരാം, ഷാള് വരാം, ക്യാൻ വരാം, അല്ലെങ്കിൽ മേ പ്ലസ് V1 വരാം. നോക്ക്, ഒന്നാമത്തേല് വുഡ് ആണ്, വരില്ല. രണ്ടാമത്തേല് ഗെറ്റ് മാത്രം വന്നിരിക്കുന്നു, വരില്ല. മൂന്നാമത്തേല് ഗെറ്റിംഗ് മാത്രം വന്നിരിക്കുന്നു, വരില്ല. നാലാമത്തേല് വിൽ ഗെറ്റ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഷീ ഈസ്. കണ്ടല്ലോ, ഈസ് വന്നിരിക്കുന്നു. ഇഫ് ഷീ ഈസ് ദയർ കോമ ഡാഷ്. നോക്കുക, ഈസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇഫ് കഴിഞ്ഞിട്ട് എന്ത് വന്നു കഴിഞ്ഞാൽ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, അല്ലെങ്കിൽ ഡു, ഡസ്, അല്ലെങ്കിൽ ഈസ്, ആം, ആറ്, അല്ലെങ്കിൽ ഹാസ്, ഹാവ്. ഇതിലേതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? നോക്കുക, ഒന്നാമത്തേല് ക്യാൻ പ്ലസ് V1 വന്നിട്ടുണ്ട്, ഉത്തരമായിട്ട് വരാം. രണ്ടാമത്തേല് കുഡ് ആണ്, 3 കുഡ് വരുന്നു, 4 കുഡ് വരുന്നു. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ ആണ്. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് യു ഹെൽപ്ഡ് മീ. കണ്ടല്ലോ, ഹെൽപ്ഡ് എന്ന് പറയുന്നത് V2 ആണ്. അപ്പം ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V2 ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡിഡ് വരാം, അല്ലെങ്കിൽ വാസ് വരാം, അല്ലെങ്കിൽ വെയർ വരാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വുഡ്, അതുപോലെ ഷുഡ്, അതുപോലെ കുഡ്, അതുപോലെ മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വരണം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നമുക്ക് ഒന്നാമത്തെ വിൽ ഹെൽപ്പ് വരില്ല. വുഡ് ഹാവ് ഹെൽപ്ഡ് വരില്ല. നമുക്ക് വുഡ് ഹെൽപ്പ് ഉത്തരം വരാം, കുഡ് ഹെൽപ്പ് അത് ഉത്തരം വരാം. ഇനി ഇത് രണ്ടിൽ ഏതാണെന്ന് എങ്ങനെ നോക്കാം? ആശയപരമായിട്ട് ചിന്തിക്കണം. ആശയപരമായിട്ട് ചിന്തിക്കുമ്പം ഐ വുഡ് ഹെൽപ്പ് എന്നാണ് പറയുന്നത്, ഐ കുഡ് ഹെൽപ്പ് പറയില്ല, ഐ വുഡ് ഹെൽപ്പ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് മൈ ഫാദർ വെയർ ദെയർ. കണ്ടല്ലോ, വെയർ വരുന്നു, നമ്മളിപ്പോ പഠിച്ചോളൂ. ഇഫ് കഴിഞ്ഞിട്ട് വാസ് അല്ലെങ്കിൽ വെയർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഒന്നാമത്തെ ഹാസ് ഹെൽപ്ഡ് വരില്ല, വിൽ ഹെൽപ്പ് വരില്ല, വുഡ് ഹെൽപ്പ് ഉത്തരം വരാം, വുഡ് ഹാവ് ഹെൽപ്ഡ് വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷൻ ആണ്. ഇഫ് കഴിഞ്ഞിട്ട് വാസ് അല്ലെങ്കിൽ വെയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അടുത്ത ചോദ്യം നോക്കിയേ, ഹി വുഡ് ബൈ എ കാർ കോമ ഡാഷ്. തന്നിരിക്കുന്നതില് വുഡ് ബൈ തന്നിട്ടുണ്ട്, മെയിൻ ക്ലോസ് ആണ് തന്നിരിക്കുന്നത്.
സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് വരുന്ന ഭാഗം ഫില്ല് ചെയ്യണം. അപ്പൊ നമുക്ക് മറുഭാഗത്ത് എന്ത് വരാം? ഹാഡ് പ്ലസ് V3 വരാം. അതായത് ഇഫിന്റെ മൂന്നാമത്തെ റൂൾ ഇതാണ്. ഇഫ് കഴിഞ്ഞിട്ട് എന്ത് വരാം? ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ, ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, അതുപോലെ ഷുഡ്, കുഡ്, അതുപോലെ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് വരണം. ഇനി നോക്കിയേ, അടുത്തത് ഈ ഹാഡിന്റെ തന്നെ രണ്ട് റൂളും കൊണ്ട് പഠിച്ചു വെച്ചോണം. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് വരുന്നതെങ്കിൽ, നൗൺ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും പേരായ ശബ്ദമാണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരണം. രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതണം. അതായത് ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് കിടക്കുന്നെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരണം. കാരണം ഈ ഹാഡിനെ V2 ഫോമിൽ വെർബായിട്ട് കരുതി നമ്മൾ ഉത്തരം എഴുതും. ഇപ്പൊ രണ്ടാമത്തെ റൂള്. ഇനി ഇതിൽ തന്നെ മറ്റൊരു റൂളും കൂടെ ഉണ്ട്. ഇഫ് കഴിഞ്ഞിട്ട് രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് ഒരു നൗൺ വരുന്നതെങ്കിൽ മൂന്നാമത്തെ റൂൾ ഈ റൂൾ വെച്ചിട്ട് എഴുതണം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് നൗൺ വരുന്നതെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 വെച്ചിട്ട് എഴുതണം. ഇവിടെ നോക്കണോ, ഇവിടെ വുഡ് ബൈ ആണ് കിടക്കുന്നത്, വുഡ് ബൈ. അപ്പൊ രണ്ടാമത്തെ റൂൾ വരണം. അതായത് ഹാഡ് വരുന്നോണ്ട് ഹാഡ് പ്ലസ് ഏത് വരണം? നൗൺ വരണം. ഹാഡ് പ്ലസ് നൗൺ വരണം. ഹാഡ് പ്ലസ് നൗൺ വരുന്ന ഓപ്ഷൻ നോക്ക്. ഇത് ഹാഡ് ആണ്. അപ്പൊ ഈ റൂള് ഇപ്പൊ വുഡ് ഹാവ് വരണം. അപ്പൊ അത് വരില്ല. ഇവിടെ നമുക്ക് വുഡ് ബൈ അല്ലേ കിടക്കുന്നത്. വുഡ് ബൈ വരുന്നോണ്ട് ഈ റൂൾ വെച്ചിട്ട് എഴുതണം. ഒരു ഹാഡ് പ്ലസ് നൗൺ. നമുക്ക് ഹാഡ് പ്ലസ് നൗൺ വരുന്നത് ഏതാണ്? ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ ഹാഡ് ടൈം, കണ്ടല്ലോ, ഹാഡ് കഴിഞ്ഞിട്ട് ടൈം എന്ന് പറയുന്നത് നൗൺ ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ ഉത്തരം മറുഭാഗത്ത് എന്തായിരിക്കണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഷാൾ വിസിറ്റ് വരില്ല, വിൽ വിസിറ്റ് വരില്ല, ഷുഡ് ഹാവ് വിസിറ്റഡ് വരില്ല, ഷുഡ് വിസിറ്റ് വരുന്നു. ഷുഡ് വിസിറ്റ്, ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് കണ്ടീഷണൽ സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള കണ്ടീഷണൽ സെന്റൻസ് ഏതാണ്? ശരിയായിട്ടുള്ള സെന്റൻസ് നമുക്ക്. ഇഫ് യു ബൈ എ BMW കാർ, കണ്ടല്ലോ, ബൈ എന്ന് പറഞ്ഞ V1, മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1 വന്നിട്ടുണ്ടോ നോക്കിയേ. നമുക്ക് ഇവിടെ വുഡ് ആണ് വന്നിരിക്കുന്നത്. ആ സെന്റൻസ് തെറ്റ്. അടുത്ത് നോക്കിയേ. ഇഫ് യു ബോട്ട് എന്ന് പറഞ്ഞ V2 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 പറഞ്ഞാൽ ഇവിടെ നമുക്ക് വില്ലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതും തെറ്റ്. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു ബൈ എ BMW കാർ, ബൈ എന്ന് പറഞ്ഞ V1 ആണ്. മറുഭാഗത്ത് ഏത് പറഞ്ഞാൽ വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1 പറഞ്ഞാൽ ഇവിടെ വുഡ് ആണ് കിടക്കുന്നത്. അതുകൊണ്ട് അതും തെറ്റ്. അടുത്ത് നോക്കിയേ. ഇഫ് യു ഹാഡ് ബോട്ട്, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. മറുഭാഗത്ത് ഏത്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. നമുക്ക് വുഡ് വന്നിട്ടുണ്ട്, ഹാവ് വന്നിട്ടുണ്ട്, കോസ്റ്റ് എന്ത് ചെയ്യുന്നൂടെ വന്നിട്ടുണ്ട്. ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്, കണ്ടല്ലോ, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏത് ഉത്തരം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അങ്ങനെയാണെങ്കിൽ ഏത് ഉത്തരം വരുന്നു? നമുക്ക് വുഡ് ഹാവ് വന്നിരിക്കുന്നു. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. മറ്റൊന്നിലും വുഡ് ഹാവ് ഇല്ല. ഓക്കെ, എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു ഹാഡ് ഓർഡേർഡ്, കണ്ടല്ലോ, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത് ഉത്തരം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അങ്ങനെയാണെങ്കിൽ നോക്ക്, ആദ്യത്തെ രണ്ട് ഓപ്ഷൻ വെട്ടി കളയാം, ഹാവ് ഇല്ല. മൂന്നാമത്തിൽ വുഡ് ഹാവ് ഉണ്ട്, പക്ഷെ അറേഞ്ച് ആണ് കിടക്കുന്നത്. അറേഞ്ച് എന്ന് പറയുന്നത് V1 ആണ്, വരില്ല. അടുത്ത നോക്ക്, വുഡ് ഹാവ് അറേഞ്ച്, നമുക്ക് V3 വരണം. അപ്പൊ വുഡ് ഹാവ് അറേഞ്ച്ഡ്, ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു ഹാഡ് ടെലഫോൺഡ് ഐ ഡാഷ് ടു യുവർ ഹൗസ്, കണ്ടല്ലോ, ഹാഡ് പ്ലസ് V3 ആണ് കിടക്കുന്നത്. ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത് ഉത്തരം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഹാവ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, എ ഓപ്ഷൻ. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. വുഡ് ഹാവ് കം ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് സച്ചിൻ ഹാഡ് പ്ലേഡ് കോമ ഡാഷ്, ഹാഡ് പ്ലസ് V3 ആണ് കിടക്കുന്നത്. ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത് ഉത്തരം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്
പ്ലസ് ഹാവ് പ്ലസ് V3. നമുക്ക് വുഡ് ഹാവ് വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇത് രണ്ടിൽ ഏതാണെന്ന് എങ്ങനെ നോക്കാം? വുഡ് ഹാവ് കഴിഞ്ഞിട്ട് വോൺ എന്ന് പറഞ്ഞ V3 ആണ്, വിൻ എന്ന് പറഞ്ഞ V1 ആണ്. അപ്പൊ അതിൽ ഏത് ഉത്തരം വരും കുട്ടികളെ? എ ഓപ്ഷൻ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. കറക്റ്റ് ദ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് ശരിയായിട്ടുള്ള രീതിയിൽ എഴുതാനാണ്. ശരിയായിട്ടുള്ള രീതി. I would pay up if I was you. കണ്ടല്ലോ, വുഡ് പേ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്തെ അത് വരാം. ഒന്നെങ്കിൽ വീട്ടു വരാം, അല്ല എങ്കിൽ വാസ് വെയർ വരാം, അല്ല എങ്കിൽ ഏത് വരാം? ഡിഡ് വരാം, അല്ല എങ്കിൽ ഹാഡും വരാം. ഹാഡ് പ്ലസ് നൗൺ വന്നാലും ഇത് വരാം. ഇവിടെ നോക്കിയാൽ നോക്കില്ലേ, അപ്പൊ വാസ് അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ടും ആ സെന്റൻസിൽ ശരി കണ്ടെത്താനാണ് പറഞ്ഞത്. പഠിക്കുക. ഇഫ് ക്ലോസിൽ, ഇഫിന്റെ റൂളില് അയ്യോടൊപ്പവും ഹീയോടൊപ്പവും അതുപോലെ ഷീയോടൊപ്പവും വേറെ ചേർത്താണ് പറയേണ്ടത്. ഇമ്പോസിബിൾ കണ്ടീഷൻ ആയിട്ട് വേറെ ചേർത്ത് പറയണം. അപ്പൊ ഇഫ് ക്ലോസിൽ അയ്യോടൊപ്പവും ഹീയോടൊപ്പവും ഷീയോടൊപ്പം നമ്മൾ എന്ത് ചേർത്ത് പറയണം? വേറെ ചേർത്ത് പറയണം. ഇവിടെ വാസാണ്, വാസ് വരാൻ പാടില്ല, വേറെ ചേർത്ത് പറയണം. നോക്കി, ഇവിടെ വേറെ വന്നിട്ടുണ്ട്, അത് വരാം. ഇവിടെയും വേറെ വന്നിട്ടുണ്ട്, അതും വരാം. ഇതിൽ ഏതാണ് ഉത്തരം ശരി? നോക്കൂ, ഒന്നാമത്തേൽ പേ ആണ് കിടക്കുന്നത്, ഇതിൽ പെയ്ഡ് ആണ്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ V2 ആണ്. വുഡ് ഷുഡ് ഗുഡ് മൈറ്റ് കഴിഞ്ഞാൽ V1 ആണ് വരേണ്ടത്. അതുകൊണ്ട് അത് തെറ്റ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ വെയർ എ മില്ലേനിയർ. വേർ വരുന്ന സെന്റൻസ് ആണ്. വേർ വരുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ പാസീവ് എഴുതാൻ വേണ്ടി, അതിന്റെ കണ്ടീഷൻ ക്ലോസ് എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് പറയണം? വേർ വന്നു കഴിഞ്ഞാൽ ഇഫ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറൊക്കെ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1 വരണം. ഏത് ഉത്തരം വരുന്ന കുട്ടികൾ എങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ വുഡ് ഹാവ് വരില്ല, വിൽ ബൈ വരില്ല, വുഡ് ഹാവ് വരില്ല, നോക്കൂ വുഡ് ബൈ വരില്ല. അതുകൊണ്ട് നമുക്ക് ഡി ഓപ്ഷൻ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഷീ എഗ്രീസ് ഐ ഡാഷ് ഇൻഫോം യു. കണ്ടല്ലോ, എഗ്രീസ് എന്ന് പറഞ്ഞാൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. അപ്പൊ ഇഫ് കഴിഞ്ഞിട്ട് എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ പറഞ്ഞാൽ ആദ്യത്തെ റൂൾ ഇഫ് പ്ലസ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് ഉത്തരം? വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1. നമുക്ക് അങ്ങനെ വരുന്ന വില്ല് വരുന്ന ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. അവിടെ ഇൻഫോം യു എന്ന് പറയുന്ന V1 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓക്സിലറി മാത്രം എഴുതിയത്, വില്ല് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു ഇൻവൈറ്റഡ് എന്ന് പറയുന്നത് V2 ആണ്. ഇൻവൈറ്റഡ് V2. അപ്പൊ ഇഫ് പ്ലസ് V2 ആണ് വരുന്നെങ്കിൽ മറുഭാഗത്ത് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1 വരണം. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ വരുന്നു? വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. നമുക്ക് ബി ഓപ്ഷൻ വരുന്നു. ഇവിടെ വില്ലാണ്, ഇവിടെ മേ ആണ്, ഇവിടെ വുഡ് ഹാവ് ആണ്. ബി ഓപ്ഷൻ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു കെയിം ടു മീ. കെയിം എന്ന് പറയുന്നത് V2 ആണ്. V2 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരാം? വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ വരുന്നു? എ ഓപ്ഷൻ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തേൽ വില്ലാണ്, മൂന്നാമത്തേൽ ഹാഡ് ആണ്, അടുത്തതിൽ വുഡ് ഹാവ് ആണ്. നമുക്ക് എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഡാഷ്. കണ്ടല്ലോ, ഹാഡ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൗൺ ആണ്. അപ്പൊ ഹാഡ് പ്ലസ് നൗൺ ആണ് വരുന്നെങ്കിൽ മറുഭാഗത്ത് ഏത് ഉത്തരം വരണം കുട്ടികളെ? വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1 വരണം. നമുക്ക് അപ്പൊ V1 വരുന്ന ഓപ്ഷൻ ഇവിടെ വുഡ് നോട്ട് ബി ടയേർഡ്. ഇവിടെ ബി എന്ന് പറയുന്നത് V1 ആണ്, ബീൻ എന്ന് പറഞ്ഞ V3 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ രണ്ടിൽ ഏത് വരാം? ഇവിടെ വുഡ് ഹാവ് ആണ്, ഇവിടെ വുഡ് ഹാവ്. അപ്പൊ നമുക്ക് ഇത് രണ്ടിൽ ഏതെടുക്കാം? വുഡ് നോട്ട് ബി ടയേർഡ്. എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബീൻ എന്ന് പറയുന്നത് V3 ആണ്, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. വുഡ് കഴിഞ്ഞാൽ V3 വരാൻ പാടില്ല. അടുത്ത ചോദ്യം നോക്കിയേ. ഹാഡ് ഐ നോൺ ദിസ് ഡാഷ് തന്നിരിക്കുന്ന ചോദ്യം കണ്ടില്ലേ? അപ്പൊ ഹാഡ് ഇവിടെ ഇഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഫ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത് ഉത്തരം? നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പൊ വുഡ് ഹാവ് വരുന്നത് ആ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇവിടെ വുഡ് ഹാവ് വരുന്ന രണ്ടാമത്തെ ഓപ്ഷൻ കിടപ്പുണ്ട്. വുഡ് ഹാവ് വരുന്ന മൂന്നാമത്തെ ഓപ്ഷനും കിടപ്പുണ്ട്. ഇതിൽ ഏതാണ് ഉത്തരം? ഇവിടെ നമുക്ക് ഇവിടെ വുഡ് ഹാവ് അല്ല, വിൽ ഹാവ് ആണ്. അതുകൊണ്ട് അത് നമുക്ക് വെട്ടിക്കളയാം. ഇനി നമുക്ക് വുഡ് ഹാവ് ഇത് രണ്ടിൽ ഏതാണെന്ന് നോക്കാം. ഇവിടെ കീപ്പ്, ഇവിടെ കെപ്റ്റ്. കീപ്പ് എന്ന് പറഞ്ഞാൽ V1 ആണ്, കെപ്റ്റ് എന്ന് പറഞ്ഞാൽ V3 ആണ്. ഇത് രണ്ടിൽ ഏത് വരും കുട്ടികളെ?
ഡി ഓപ്ഷൻ. കാരണം വുഡ് ഹാവ് കഴിഞ്ഞാൽ V3 ആണ് വരേണ്ടത്. ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ റൂള് കവർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇഫിന് 3 റൂളാണുള്ളത്. ഒന്നാമത്തെ റൂള് ഇഫ് പ്ലസ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, അല്ലെങ്കിൽ ഡു, ഡസ്, ഈസ്, ആം, ആറ്, അല്ലെങ്കിൽ ഹാസ്, ഹാവ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഫ് വരുന്ന ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. ഇനി രണ്ടാമത്തത് ഇഫ് വരുന്ന ഭാഗത്ത് V2 വരാം, അല്ലെങ്കിൽ വെർബ് V2, ഡിഡ് വരാം, വാസ് അല്ലെങ്കിൽ വേർ വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അടുത്തത് മൂന്നാമത്തത് ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3. ഇനി ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ് വരുന്നതെങ്കിൽ, ശ്രദ്ധിച്ചോ, ഹാഡ് കഴിഞ്ഞിട്ട് നൗൺ ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. രണ്ട് ഹാഡ് കഴിഞ്ഞിട്ട് നൗൺ ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ.